യുപിയിൽ ബിജെപിക്കുള്ളിൽ ഓപ്പറേഷൻ താമരയോ? യോഗിയെ പിടിച്ചുകെട്ടിയാൽ ബിജെപിയുടെ പ്രതിസന്ധി തീരുമോ? ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അരവിന്ദ് കെജ്രിവാൾ നടത്തിയ ഒരു പ്രസംഗം ഏറെ ശ്രദ്ധേയമായിരുന്നു. അരവിന്ദ് കെജ്രിവാളിന്റെ ഡൽഹി പ്രസംഗം എന്നൊക്കെ പറയാവുന്ന തരത്തിൽ അദ്ദേഹം ഇഡിയുടെ കസ്റ്റഡിയിൽ നിന്ന് തിരിച്ച് ജയിലിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം തെരഞ്ഞെടുപ്പ് കാലത്ത് ഡൽഹി ജനതയെ അഭിമുഖീകരിച്ച് നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു, യു പിയിലേക്ക് നോക്കൂ, അവിടെ യോഗി ആദിത്യനാഥിന്റെ കസേര തെറിക്കാൻ പോവുകയാണ്, യോഗിയെ ബിജെപി തന്നെ പുറത്താക്കും അല്ലെങ്കിൽ മോദി തന്നെ പുറത്താക്കും എന്നൊരു പ്രസ്താവന അദ്ദേഹം നടത്തിയിരുന്നു. ആ സമയത്ത് ഉത്തർപ്രദേശ് ബിജെപിക്കുള്ളിൽ അങ്ങനെ ഒരു കലുഷിതമായ സാഹചര്യമുണ്ടെന്നും യോഗിയെ പുറത്താക്കുമോ എന്നൊരു ആശങ്ക യോഗിയെ ന്യായീകരിക്കുന്നവർക്ക് അല്ലെങ്കിൽ യോഗിക്കൊപ്പം നിൽക്കുന്നവർക്ക് ഉണ്ടെന്നും തെരഞ്ഞെടുപ്പ് കാലത്ത് അത്തരം ചില റിപ്പോർട്ടുകളൊക്കെ വന്നിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് അദ്ദേഹം നരേന്ദ്രമോദി യു പിയിൽ പ്രചരണത്തിനായി എത്തിയപ്പോൾ ആ വാഹനത്തിൽ യോഗി ആദിത്യനാഥിനെയും കൊണ്ടൊരു പ്രചാരണ റാലിയൊക്കെ നയിച്ചത്. അതിന് തൊട്ടു മുൻപ് ഇത്തരത്തിൽ ചില അഭ്യൂഹങ്ങളും വാർത്തകളും ഒക്കെ വന്നതിനെ തുടർന്നുമാണ്. ഇപ്പോൾ ഇതാ ഏതാണ്ട് ആ തരത്തിൽ ആ പ്രവചനം ഒരു പക്ഷേ ഫലിച്ചേക്കുമെന്ന തരത്തിൽ ഉത്തർപ്രദേശിലെ ബിജെപി രാഷ്ട്രീയം കലങ്ങി മറിയുകയാണ്. ഇതുവരെ നമ്മൾ കണ്ടിരുന്നത് ഒരു ഡബിൾ എഞ്ചിൻ എന്നൊക്കെ പറയുന്നത് പോലെ അതിൻ്റെ ഒരു ചെറിയ എഞ്ചിൻ യു പിയിൽ വെച്ച് ഭരണം നടക്കുന്നു, ശക്തമായി മുന്നേറുന്നു. നമുക്കറിയാം, ഏത് കാലത്തും പറയാറുള്ളത് യു പി ആരാണോ പിടിക്കുന്നത് അവർ കേന്ദ്രത്തിൽ ഭരണം പിടിക്കുമെന്നാണ്. അങ്ങനെ തന്നെയാണ് നമ്മൾ കണ്ടുവന്നിരുന്നതും. ഇത്തവണ ഒരുപക്ഷെ ബി ജെ പിയെ സംബന്ധിച്ച് അവർക്ക് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഒരു ഭൂരിപക്ഷം ഇല്ലാതെ പോയതും ഈ യു പിയിൽ ഉണ്ടായ പിറകോട്ട് പോക്ക് അല്ലെങ്കിൽ യു പിയിൽ ഉണ്ടായ തിരിച്ചടിയെ തുടർന്നാണ്. കണക്ക് നോക്കിയാൽ 2014 71 സീറ്റാണ് വലിയ ഭൂരിപക്ഷത്തോടെ ബി ജെ പി അധികാരത്തിൽ വരുന്നു. 71 സീറ്റ് അന്ന് യു പിയിൽ നിന്ന് ബി ജെ പിക്ക് കിട്ടി. 2019 വന്നാൽ 62 സീറ്റുണ്ട്. അപ്പോഴും വലിയ മെജോറിറ്റിയോടെ തന്നെ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നു. പക്ഷേ 2024 വരുമ്പോൾ വെറും 33 സീറ്റാണ് ബി ജെ പിക്ക് അവിടെ നേടാൻ കഴിഞ്ഞത്. കേന്ദ്രത്തിൽ ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഒരു ഭൂരിപക്ഷമില്ലാതെ NDA എന്ന നിലയ്ക്ക് ഭരിക്കേണ്ടി വരികയുമാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് തോൽവി എന്നതിനെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്ന അന്നു തൊട്ട് പലതരം ചർച്ചകൾ നടക്കുന്നുണ്ട്. അതിൽ ബി ജെ പിയെ പുറത്തു പറയാൻ കഴിയുന്നതും അല്ലാത്തതുമായ നിരവധി കാരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അവർ തന്നെ വിലയിരുത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ ബി ജെ പിയുടെ വിമർശകർ വിലയിരുത്തുന്നത്, സ്ഥാനാർത്ഥികൾ പലരും സാധാരണ മനുഷ്യന്മാരുമായി അല്ലെങ്കിൽ സാധാരണ പാർട്ടി പ്രവർത്തകരുമായി ഒരു ബന്ധവും ഇല്ലാത്ത തരത്തിൽ കേന്ദ്രത്തിലിരുന്ന് ദേശീയ തലത്തിലിരുന്ന് ഇവിടുത്തെ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചു. അവർക്ക് ഈ യു പി ഗ്രൗണ്ടുമായി യാതൊരു ബന്ധവും ഇല്ലാത്തവരായിരുന്നു. RSSനെ യാതൊരു രീതിയിലും പരിഗണിച്ചില്ല. അവരും പുറംതിരിഞ്ഞു നിന്നു. ജയിക്കുകയോ തോൽക്കുകയോ എന്ത് വേണമെങ്കിലും ആവട്ടെ എന്ന മട്ടിൽ RSSും പുറംതിരിഞ്ഞു നിന്നു. ഇതിനെ തുടർന്നുണ്ടായ ഒരു തിരിച്ചടിയാണ് വന്നത് എന്നതാണ് അതിൽ പ്രധാനമായ ഒരു നിഗമനം. പക്ഷേ ആ ഒരു വിലയിരുത്തൽ എന്തായാലും ബി ജെ പി അംഗീകരിക്കാൻ പോകുന്നില്ല. ഇപ്പോൾ തോൽവിയെ ചൊല്ലി പരസ്പരം പലതരത്തിലുള്ള പഴിചാരലുകൾ നടക്കുന്നുണ്ട്. യോഗിയാണ് പ്രശ്നമെന്ന് ഒരു വിഭാഗം പറയുന്നുണ്ട്. തിരിച്ച് കേന്ദ്രത്തിൽ ദേശീയ നേതൃത്വത്തിനുണ്ടായ അമിതമായ ആത്മവിശ്വാസമാണ് തിരിച്ചടിയായതെന്ന് മറുവിഭാഗം പറയുന്നുണ്ട്. ഈ കോമ്പിനേഷനിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ഭാഗത്ത് യോഗി ആദിത്യനാഥും ഒരു വശത്ത് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായ ഭൂപേന്ദ്ര ചൗധരിയും ഉപമുഖ്യമന്ത്രിയായ കേശവ് പ്രസാദ് മൗര്യയുമാണ്. അപ്പോൾ ഇവരിൽ ആരുടെ കൂടെയാണ് ദേശീയ നേതൃത്വം എന്നതാണ് ശക്തി നിർണ്ണയിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ യോഗിയുടെ കൂടെയല്ല, മറിച്ച് ഉപമുഖ്യമന്ത്രിയും സംസ്ഥാന അധ്യക്ഷനും അടങ്ങുന്ന ആ ചേരിക്കൊപ്പമാണ് ദേശീയ നേതൃത്വം എന്നത് യോഗി ഒറ്റപ്പെടുന്നതിൻ്റെയും യോഗി ഒരു പക്ഷേ ഒഴിവാക്കപ്പെട്ടേക്കും എന്നതിൻ്റെയും സൂചനയാണ്. ഇപ്പം ഈ പരാജയ കാരണങ്ങളെല്ലാം തന്നെ വിരൽ ചൂണ്ടുന്നത്, ബി ജെ പി വിരൽ ചൂണ്ടുന്നത് യോഗിയിലേക്കാണ്. യോഗിയുടെ സർക്കാരിന് വന്നിട്ടുള്ള വീഴ്ചകളാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ തിരിച്ചടി ബി ജെ പിക്ക് യു പിയിൽ ഉണ്ടാക്കിയതെന്നാണ് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം പറയുന്നത്. പക്ഷേ നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ തന്നെ ഏതാണ്ട് 30-ലധികം സിറ്റിംഗ് MP മാറണം, അവർ മത്സരിച്ചാൽ തോൽവി ഉറപ്പാണ് എന്ന് യോഗി തന്നെയാണ് പറഞ്ഞതെന്ന് നമ്മൾ അന്നത് കണ്ടതുമാണ്. പക്ഷേ ആ യോഗിയുടെ ആ അഭിപ്രായത്തെ മാനിക്കാതെ ഈ സിറ്റിംഗ് MP തന്നെ സീറ്റ് നൽകുകയായിരുന്നു ബി ജെ പി ദേശീയ നേതൃത്വം. അവർ തന്നെയാണ് സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചത്. സംസ്ഥാന നേതൃത്വത്തിന് അതിലുള്ള യോഗിക്ക് അതിൽ പ്രത്യേകിച്ച് റോളൊന്നുമില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ആരോപണങ്ങളെല്ലാം തന്നെ ബി ജെ പിയുടെ ഭാഗത്തു നിന്ന് വരുന്നത് യോഗിക്ക് നേരെയാണ്. ഇപ്പോൾ ശ്രീജ പറഞ്ഞതുപോലെയാണെങ്കിൽ ഇപ്പോൾ ദേശീയ നേതൃത്വവും സംസ്ഥാന അധ്യക്ഷനും ഉപമുഖ്യമന്ത്രിയും ഒക്കെ ഒരു ചേരിയിലെന്ന് പറഞ്ഞാൽ അപ്പുറത്ത് യോഗി ഏതാണ്ട് തീർത്തും ഒറ്റപ്പെട്ടിരിക്കുന്നു എന്നൊരു സാഹചര്യമാണ്. ആ നിലയിലാണ് ഇപ്പോൾ യു പി ബി ജെ
പിയുടെ ഒരു സാഹചര്യം. ഇപ്പോൾ ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൗര്യ അദ്ദേഹത്തിൻ്റെ എക്സ് പോസ്റ്റിലാണ് ആദ്യമായിട്ട് ഇത്തരത്തിലുള്ള പാർട്ടിക്കകത്തൊരു കലഹമുണ്ട് എന്ന് പ്രത്യക്ഷത്തിൽ മനസ്സിലാവുന്നതിൻ്റെ ഒരു തെളിവ് അവിടെ നിന്നാണ് വരുന്നത്. അപ്പോൾ ആ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു: സർക്കാരിനേക്കാൾ വലുതാണ് സംഘടന, പ്രവർത്തകരുടെ വേദന എൻ്റെയും വേദനയാണ്, സംഘടനയേക്കാൾ വലുതല്ല ഒരാളും. അത് മുഖ്യമന്ത്രിയെ ഉദ്ദേശിച്ച് കൃത്യമായി ടാർഗറ്റ് ചെയ്ത് പറഞ്ഞൊരു കാര്യമാണ്. അവിടെ മുഖ്യമന്ത്രി പാർട്ടിക്ക് അതീതനായി മാറിയിരിക്കുന്നു യു പിയിൽ എന്നുള്ള ഒരു വിമർശനം മുന്നോട്ട് വയ്ക്കുന്ന തരത്തിലായിരുന്നു ഇതേ പോസ്റ്റ്. അതിനുശേഷം ഞായറാഴ്ചയായിരുന്നു ബി ജെ പിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം. അവരുടെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം സംസ്ഥാനത്തെ പങ്കെടുത്തു. JP നദ്ദ ഉൾപ്പെടെ പങ്കെടുത്ത യോഗത്തിലും ഉപമുഖ്യമന്ത്രി ഇതേ വിമർശനം ആ വേദിയിൽ ഉന്നയിക്കുകയുണ്ടായി. അപ്പോൾ അതിന് മറുപടിയായിട്ട്, അല്ലെങ്കിൽ മറുപടി എന്നല്ല, യോഗിക്ക് പറയാനുള്ള ഊഴമെത്തിയപ്പോൾ യോഗി ഈ തോൽവിയുടെ കാരണമായി പറഞ്ഞത് ശ്രീജ മുന്നേ പറഞ്ഞതുപോലെ അമിത ആത്മവിശ്വാസം ഈ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വിനയായി എന്നുള്ളതാണ്. ആ അമിത ആത്മവിശ്വാസം ആരെ ചൂണ്ടിയാണ് എന്നുള്ളതും കൃത്യമായി മനസ്സിലാകും. അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ദേശിച്ചുള്ളതാണ്. അതായത് 400-ന് മുകളിൽ ഇത്തവണ ഉറപ്പാണ് എന്നുള്ളൊരു ആത്മവിശ്വാസം, പ്രത്യേകിച്ച് രാമക്ഷേത്ര നിർമ്മാണത്തിൻ്റെയൊക്കെ ഒരു ക്രെഡിറ്റ് അവർക്കുള്ള ഒരു സാഹചര്യത്തിൽ മോദി വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു. ഞങ്ങൾ ഭരണഘടന തന്നെ മാറ്റുമെന്നുള്ള രീതിയിൽ BJP നേതാക്കൾ പ്രചാരണം നടത്തിയതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ ആത്മവിശ്വാസം അമിതമായി പോയി, അത് നമ്മുടെ ജയത്തെ പ്രതികൂലമായി ബാധിച്ചു തെരഞ്ഞെടുപ്പിൽ എന്നുള്ളതാണ് യോഗി മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ പരസ്പരം പഴിചാരുന്ന ഒരു സാഹചര്യമാണ് നമ്മളതിൽ കണ്ടത്. എന്തായാലും ഇന്നലെ ഇപ്പോൾ കേന്ദ്ര നേതൃത്വത്തിന് സംസ്ഥാന നേതൃത്വം ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്, എങ്ങനെയാണ് പാർട്ടി BJP അവിടെ യു പിയിൽ പരാജയപ്പെട്ടത് എന്നുള്ളത്. അതിൽ അവർ കൃത്യമായി യോഗി സർക്കാരിനെ കടുത്ത ഭാഷയിൽ സംസ്ഥാന നേതൃത്വം വിമർശിക്കുന്നുണ്ട്. അതായത് സംസ്ഥാനത്ത് ഉദ്യോഗസ്ഥ ഭരണമാണ് നടക്കുന്നത് എന്നുള്ള നിലയിലാണ് ഈ സംസ്ഥാന അധ്യക്ഷൻ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നത്. അവിടെ മന്ത്രിമാരോ MLA മാരോ ഒന്നുമല്ല, മറിച്ച് അവിടെ ഉദ്യോഗസ്ഥർ ഭരിക്കുന്നു. ആ നിലയിൽ പാർട്ടിക്കോ അല്ലെങ്കിൽ അതിൻ്റെ നേതൃത്വത്തിനോ ഒന്നും ഈ ഭരണത്തിൽ ഇടപെടാൻ പറ്റുന്നില്ല, ജനപ്രതിനിധികൾക്ക് പോലും ഇടപെടാൻ പറ്റുന്നില്ല എന്നുള്ളൊരു വിമർശനം അവരുന്നയിക്കുന്നത്. അത് കൃത്യമായിട്ട് മുഖ്യമന്ത്രിക്ക് നേരെ ഉണ്ടാവുന്ന വിമർശനം തന്നെയാണ്. അതേതാണ്ട് കേരളത്തിൽ CPM പറയുന്നതിന് സമാനമായ ഒരു പറച്ചിലാണ്. അതായത് കേരളത്തിൽ CPM നേതാക്കളുടെ ഏറ്റവും വലിയ പരാതി എന്താണ്? അവർക്ക് പോലീസ് സ്റ്റേഷനിൽ അടക്കം പോയാൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, പോലീസ് സ്റ്റേഷനിൽ ഇടപെടൽ നടത്താൻ പറ്റുന്നില്ല, പാർട്ടി നേതാക്കൾക്ക് സ്റ്റേഷനിൽ വിലയില്ലാതായി എന്നതൊക്കെയാണ് പൊതുവെ ആഭ്യന്തര വകുപ്പിനും മുഖ്യമന്ത്രിക്കും ഒക്കെ എതിരെ താഴെത്തട്ടിലെ പാർട്ടി നേതാക്കൾ ഉയർത്തുന്ന വിമർശനമെങ്കിൽ അതിന് സമാനമായ രീതിയിലാണെന്ന് തോന്നുന്നു. അല്ലെ, UPയിലും ഇതുപോലെയാണ് പറയുന്നത്. ഈ പാർട്ടിക്കുള്ളിൽ നടക്കുന്ന ഈ കോളിളക്കങ്ങൾ അത് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് മാത്രമല്ല, അത് പുറത്തേക്കും വന്നു തുടങ്ങിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ UPയിലെ മറ്റു പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം, മറ്റ് പ്രധാനപ്പെട്ട പാർട്ടിയിലെ നേതാക്കളെല്ലാം ഇതിനെ വിമർശിച്ചുകൊണ്ടും അല്ലെങ്കിൽ കളിയാക്കിക്കൊണ്ടും ഒക്കെ രംഗത്തെത്തി കഴിഞ്ഞു. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് അഖിലേഷ് യാദവാണ്. അഖിലേഷ് ഉപയോഗിച്ചൊരു ടേമാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത്. ഓപ്പറേഷൻ താമര BJPക്ക് അകത്തും തുടങ്ങി എന്നതായിരുന്നു അഖിലേഷ് യാദവ് പറഞ്ഞത്. NDAയുടെ മറ്റൊരു പ്രധാനപ്പെട്ട, അത് മുന്നണിക്ക് പുറത്ത്, ഇനി പ്രതിപക്ഷം, മുന്നണിക്കകത്ത് തന്നെ ഇത്തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ ഉയർന്നു തുടങ്ങി. NDAയിൽ ഒരു പ്രധാനപ്പെട്ട കക്ഷിയാണ് അപ്നാദളിന്റെ MP മന്ത്രിയുമായ അനുപ്രിയ പട്ടേൽ. അവർ കഴിഞ്ഞ ദിവസം BJPക്കെതിരെ വളരെ കാര്യമായ തരത്തിലുള്ള വിമർശനങ്ങൾക്ക് ഉന്നയിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് ഒരു BJP എന്ന നിലയ്ക്കല്ല, ഇത് NDA എന്ന നിലയ്ക്ക് ഇനി ഭരണം നടത്താൻ കഴിയൂ എന്ന രീതിയിൽ അവർ പറയുമ്പോൾ അത് BJP മുൻപ് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെ വിമർശിക്കുക തന്നെയാണ് ചെയ്യുന്നത്. അപ്രമാദിത്വത്തെ ചോദ്യം ചെയ്യാൻ ആളുകൾ ധൈര്യപ്പെട്ട് തുടങ്ങിയിരിക്കുന്നു. മുൻപ് അങ്ങനെ ഒരു ശബ്ദം നമ്മൾ കേട്ട ചരിത്രമില്ല. ഇനി UPയിലെ ഒരു പ്രധാനപ്പെട്ട കമ്മ്യൂണിറ്റിയാണ് നിഷാദ് കമ്മ്യൂണിറ്റി. അവർക്കൊരു പാർട്ടിയുണ്ട്, നിഷാദ് പാർട്ടി. ഈ നിഷാദ് പാർട്ടി നേതാവായ സഞ്ജയ് നിഷാദ് സംസ്ഥാന സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. അങ്ങനെ പല തട്ടിൽ നിന്ന്, പല തലത്തിൽ നിന്ന് പാർട്ടിക്കും മുന്നണിക്കും അകത്തുനിന്നും പുറത്തുനിന്നും ഒക്കെ വിമർശനങ്ങൾ ഉണ്ടാവുന്ന ഒരു സാഹചര്യമാണ്. നേരത്തെ അമൽ സൂചിപ്പിച്ച ആ റിപ്പോർട്ടിൽ എന്തൊക്കെയാണ് തോൽവിയുടെ പ്രധാന കാരണങ്ങളായി പറയുന്നതെന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു കൗതുകം തോന്നും. നമ്മൾ രാഷ്ട്രീയമായി പഠിക്കുകയും നിരീക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്നവർ പറഞ്ഞ വിലയിരുത്തലാണ് ഈ സ്ഥാനാർത്ഥികളുടെ നിർണയത്തിലുണ്ടായ വീഴ്ച എന്നത്. ഇനി എന്താണ് സംസ്ഥാന നേതൃത്വം തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നത്? അവർ പറയുന്നത് നിരന്തരമായുണ്ടാവുന്ന ചോദ്യപേപ്പർ ചോർച്ച തോൽവിയുടെ ഒരു കാരണമായി. സർക്കാർ സർവീസിലെ താൽക്കാലിക നിയമനങ്ങൾ മറ്റൊരു തിരിച്ചടിയായി. ഭരണത്തിൽ ഉദ്യോഗസ്ഥരുടെ അമിതമായ ഇടപെടലുകൾ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കേരളത്തിലെ CPM നേതാക്കളുടെ പരാതിക്ക് സമാനമായ രീതിയിൽ ഭരണത്തിൽ ഉദ്യോഗസ്ഥരുടെ അമിതമായ ഇടപെടലുകൾ തിരിച്ചടിയായി. ഇതൊക്കെ ആർക്ക് നേരെയാണ് അമൽ വിരൽ ചൂണ്ടുന്നത്? ഇതെല്ലാം യോഗിക്ക് നേരെയാണ് വിരൽ ചൂണ്ടുന്നത്. ഇത് സംസ്ഥാന നേതൃത്വം തയ്യാറാക്കിയ റിപ്പോർട്ടാണ്. ആ സംസ്ഥാന നേതൃത്വം വിരൽ ചൂണ്ടുന്നത് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ നിലപാടുകൾക്കും അദ്ദേഹം എടുത്തിട്ടുള്ള തീരുമാനങ്ങൾക്കുമെതിരെയാണ്. ഇനി നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ RSSനും BJPയുടെ പാർട്ടി നേതൃത്വത്തിനും
RSS ഈ തെരഞ്ഞെടുപ്പിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, അത് മുഖം തിരിഞ്ഞാണ് നിന്നത്. അവർ കാര്യമായ ഒരു ഇടപെടലും നടത്തിയില്ല. എന്ത് വേണമെങ്കിലും ആവട്ടെ എന്ന രീതിയിലുള്ള ഒരു നിലപാട് എടുത്തതിന്റെ ഫലമൊക്കെ ആയിരുന്നു യു പിയിലെ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഉണ്ടായ തിരിച്ചടി. ഇപ്പോൾ BJP സംസ്ഥാന നേതൃത്വവും ഏതാണ്ട് അവരും എത്തുന്ന ഒരു വിലയിരുത്തൽ എന്താണെന്ന് വെച്ചാൽ, ഭരണത്തിൽ യാതൊരു തരത്തിലുമുള്ള ഒരു നിയന്ത്രണം പാർട്ടിക്കോ RSSനോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇത് പാർട്ടിയുടെ സ്വാധീന ശക്തിയെ കാര്യമായി താഴെത്തട്ടിൽ തൊട്ട് ബാധിക്കുന്നുണ്ട്. അത് ഭരണത്തെയും മറ്റു കാര്യങ്ങളെയും ഒക്കെ അതിലൊക്കെ നെഗറ്റീവായി ബാധിക്കും എന്നൊരു വിലയിരുത്തലിലാണ് യോഗിക്കെതിരെയുള്ള ഈ പടയൊരുക്കം നടക്കുന്നത്. ഇപ്പം അതിൽ ഈ തോൽവിയുടെ കാരണങ്ങളിൽ ഇപ്പോൾ ശ്രീജ പറഞ്ഞതുപോലെ തന്നെ ഒരേ ഒരു കാരണം മാത്രമാണ് യോഗി സർക്കാരിൻ്റെ വീഴ്ച എന്ന് പറയാൻ പറ്റുന്നത്. നേരെ മറിച്ച് ഒട്ടനവധി കാരണങ്ങൾ അവിടെ ഉണ്ടല്ലോ. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവർ ചൂണ്ടിക്കാണിക്കുന്ന ഈ വിഷയത്തിന് അടിസ്ഥാനമുണ്ട്. അതായത് ഒരു സർക്കാർ, ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയാൽ നയിക്കപ്പെടുന്ന സർക്കാരാണ് അധികാരത്തിലിരിക്കുന്നതെങ്കിൽ ആ പാർട്ടിയുടെ താല്പര്യങ്ങൾ കൂടി മാനിച്ചുകൊണ്ടായിരിക്കണം സർക്കാർ അതിൻ്റെ നയരൂപീകരണത്തിലടക്കം ഇടപെടേണ്ടത്. താഴെത്തട്ടിലും പാർട്ടി പ്രവർത്തകർക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു റോൾ ഉണ്ടാവേണ്ടതുണ്ട് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ. പക്ഷേ അതില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ അത് മാത്രമല്ലല്ലോ, വേറെയും ഒരുപാട് പ്രശ്നങ്ങൾ യുപിയിലുണ്ട്. ഇപ്പോൾ ഇതേ നമ്മളിപ്പോൾ പറഞ്ഞ യോഗിക്കെതിരായിട്ടുള്ള ഒരു ആക്ഷേപമായിട്ട് പല നേതാക്കളും പറയുന്നത് വരെ ഇപ്പോൾ NDTV കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടത്, അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട നേതാവ് പറഞ്ഞത് MLA മാർക്കൊന്നും ഒരു തരത്തിലുള്ള അധികാരവും ഇല്ല എന്നുള്ളതാണ്. അവിടെ ജില്ലാ മജിസ്ട്രേറ്റുമാരും ഉദ്യോഗസ്ഥരുമാണ് ഭരണം നിയന്ത്രിക്കുന്നത്. ഇത് പ്രവർത്തകർക്ക് വലിയ അപമാനം സൃഷ്ടിക്കുന്ന ഒരു സംഗതിയാണ്. വർഷങ്ങളായിട്ട് RSSും BJPയും ഒക്കെ താഴെത്തട്ടിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ അത് ഇല്ലാതാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നുള്ളതാണ്. അതൊരു പ്രസക്തമായ കാര്യം തന്നെയാണ്. പക്ഷേ അതിനപ്പുറത്തേക്കും ഒരുപാട് കാരണങ്ങൾ യുപിയിലെ BJPയുടെ പരാജയത്തിന് പിന്നിലുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. പ്രത്യേകിച്ച് അവിടുത്തെ വോട്ടിംഗ് പാറ്റേണിൽ വന്നിട്ടുള്ളൊരു മാറ്റമുണ്ടല്ലോ. അതായത് സാധാരണ നിലയിൽ ഈ 10 വർഷം BJP അധികാരത്തിലിരുന്നതിന് അവരെ സഹായിച്ചത്, അല്ലെങ്കിൽ യുപിയിൽ ഇത്ര വലിയ ഭൂരിപക്ഷം അല്ലെങ്കിൽ ഇത്ര എണ്ണം സീറ്റുകൾ നേടാൻ സാധിച്ചതിൻ്റെ ഒരു പ്രധാന കാരണം അവിടുത്തെ OBC വിഭാഗങ്ങൾ BJPയെ പിന്തുണച്ചു എന്നുള്ളതാണ്. 50%-ലധികം പിന്നോക്കക്കാരുള്ള സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. മാത്രമല്ല 80 ലോക്സഭാ മണ്ഡലങ്ങളിൽ 50 ലോക്സഭാ മണ്ഡലങ്ങളിലും വിധി നിർണ്ണയിക്കുവാൻ ഈ OBC വോട്ടുകൾക്ക് സാധിക്കും. അതിൽ തന്നെ OBCയിലെ ഒരു പ്രധാനപ്പെട്ട വിഭാഗമാണ് യാദവർ. അവർ കാലങ്ങളായി SPയെ പിന്തുണയ്ക്കുന്നവരാണ്. പക്ഷേ ഈ യാദവ ഇതര പിന്നോക്ക വിഭാഗങ്ങളെ എല്ലാം തന്നെ തങ്ങൾക്കൊപ്പം നിർത്തുവാൻ ഈ കഴിഞ്ഞ 10 വർഷക്കാലം BJPക്ക് സാധിച്ചിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് ഒരു ഹിന്ദു ഏകീകരണം എന്നുള്ള ഒരു അജണ്ട അവർ നടപ്പാക്കിയതിൻ്റെ ഭാഗമായിട്ടാണ്. പ്രത്യേകിച്ച് രാമക്ഷേത്ര നിർമ്മാണം, മറ്റു വർഗീയ കലാപങ്ങളും സംഘടനകളും സൃഷ്ടിച്ചുമൊക്കെ ജാതികൾക്കപ്പുറത്തേക്ക് വിവിധ ജാതികളെ, പിന്നോക്ക വിഭാഗങ്ങൾ, ദളിതുകൾ, മുന്നാക്ക ജാതിക്കാർ എല്ലാവരെയും ഒരു ഹിന്ദു എന്നുള്ള ഒരൊറ്റ ഇതിൽ യോജിപ്പിച്ച് നിർത്തുവാനും അതിൽ നിന്ന് വോട്ടുണ്ടാക്കുവാനും അവർക്ക് സാധിച്ചു. കഴിഞ്ഞ 2 തവണയും അത് സാധിച്ചു. പക്ഷേ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ അത് നടന്നില്ല. അത് നടക്കാത്തത് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, BJP ഭരണഘടന തന്നെ എടുത്തു കളയും, അല്ലെങ്കിൽ ഭരണഘടനയെ തന്നെ മാറ്റിക്കളയുമെന്നുള്ള ഒരു പ്രഖ്യാപനമൊക്കെ അവരുടെ പല നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്ന കണ്ടു. വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ, അതായത് ഞങ്ങൾ 400-ന് മുകളിൽ സീറ്റുകളിലേക്ക് എത്തും, അങ്ങനെയാണെങ്കിൽ ഭരണഘടനാ ഭേദഗതിക്ക് ഉൾപ്പെടെ ഞങ്ങൾക്ക് ആരുടെയും അനുവാദത്തിന് വേണ്ടി കാത്തു നിൽക്കേണ്ട കാര്യമില്ല, അങ്ങനെയൊക്കെ പ്രചാരണങ്ങൾ നടത്തി. അങ്ങനെ ഭരണഘടന മാറ്റിമറിക്കുകയാണെങ്കിൽ നിലവിലത്തെ ജാതി സംവരണമൊക്കെ എടുത്ത് കളയും എന്നുള്ള നിലയിൽ പലപ്പോഴും പ്രചാരണം നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായി. സാധാരണക്കാർക്ക് അല്ലെങ്കിൽ പിന്നാക്ക ദളിത് വിഭാഗങ്ങൾക്ക് ഇതിൽ വലിയ ആശങ്കയുമുണ്ടായി. അങ്ങനെ ഈ BJP വീണ്ടും അധികാരത്തിൽ വന്നാൽ എന്താകും എന്നുള്ള ഒരു ഭയം സാധാരണ, അതായത് ഈ വോട്ട് ശതമാനത്തിൽ കൂടുതലുള്ള, ജനസംഖ്യയിൽ കൂടുതലുള്ള ആളുകൾക്കിടയിൽ ഉണ്ടാവുന്നു. രണ്ടാമത്, അതേ സമയം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം മുന്നോട്ട് വെച്ച ഒരു പ്രധാനപ്പെട്ട അജണ്ട ജാതി സെൻസസ് ആയിരുന്നു. ആ ജാതി സെൻസസിലൂടെ പിന്നാക്ക വിഭാഗങ്ങൾക്ക് കൂടുതൽ സംവരണാനുകൂല്യങ്ങൾ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നത് ഒരു സന്ദർഭം ഉണ്ടായപ്പോൾ ആളുകൾക്ക് ഇന്ത്യ സഖ്യത്തോട് കുറച്ചുകൂടി താല്പര്യം വരുന്ന കാര്യവുമുണ്ടായി. അങ്ങനെ ഈ 2 കാരണങ്ങൾ, ഒന്ന് BJP ഈ പറഞ്ഞതുപോലെ ഭരണഘടനയെ മാറ്റിമറിക്കും, ജാതി സംവരണം എടുത്തു കളയുമെന്ന് പറയുന്നു. പ്രതിപക്ഷമാണെങ്കിൽ, ഇന്ത്യ സഖ്യമാണെങ്കിൽ ജാതി സെൻസസുമായി മുന്നോട്ട് വരുന്നു. ഈ കാരണം കൊണ്ട് തന്നെ പിന്നാക്ക വിഭാഗത്തിൻ്റെ വോട്ടുകൾ വ്യാപകമായി BJPയിൽ നിന്ന് നഷ്ടപ്പെടുകയും അത് കോൺഗ്രസിലേക്കും അല്ലെങ്കിൽ SP അടക്കമുള്ള പാർട്ടികളിലേക്ക് വരികയും ചെയ്തു. മായാവതിയുടെ ദളിത് വോട്ടുകൾ, മായാവതി BSP പാർട്ടി ഏതാണ്ട് ശിഥിലമാവുന്ന സാഹചര്യമാണ്. അവിടെ ആ വോട്ടുകൾ കുറേയൊക്കെ കിട്ടിയിരുന്നത് BJPക്കായിരുന്നു, അല്ലെങ്കിൽ മായാവതി പിടിക്കുന്ന വോട്ടുകൾ പ്രതിപക്ഷത്തിൻ്റെ വോട്ടുകളെ ഭിന്നിപ്പിക്കുന്നതുമായിരുന്നു. പക്ഷേ അതിനൊക്കെ നേരെ മറിച്ച് ഇത്തവണ ദളിത് വോട്ടുകൾ കൂടുതൽ SPക്ക് വരികയും ചെയ്തു. അവർ ദളിത് സ്ഥാനാർത്ഥികളെ നിർത്തിയൊക്കെയുള്ള അവരുടെ ഒരു ടാക്ടിക്സ്, പിച്ചറ തന്ത്രമൊക്കെ ഉപയോഗിച്ച് അവർ നേട്ടമുണ്ടാക്കുകയും ചെയ്തു. അപ്പോൾ പിന്നാക്ക ദളിത് വോട്ടുകൾ നഷ്ടപ്പെട്ടു പോയതാണ് BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രതിസന്ധിയായത്. പ്രത്യേകിച്ച് ഒരു മണ്ഡൽ രാഷ്ട്രീയത്തിൻ്റെ തിരിച്ചുവരവെന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇപ്പോൾ കോൺഗ്രസ് ആണ് ആ മണ്ഡൽ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നത്, നേരത്തെ അതിനെ എതിർത്ത ആളുകളാണ്. അപ്പോൾ അങ്ങനെയുള്ള വോട്ടുകൾ തിരിച്ചു പിടിക്കേണ്ട ഒരു സാഹചര്യം ഈ BJPക്കുണ്ട്. പക്ഷേ അവിടെ അധികാരത്തിൽ ഇരിക്കുമ്പോൾ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥാണ്.
ആളാണ്, ഒരു സവർണ വിഭാഗത്തിൽ നിന്നുള്ള ആളാണ്. പ്രത്യേകിച്ച് മാത്രവുമല്ല പല വിഷയങ്ങളിലും അദ്ദേഹത്തിൻ്റെ ഈ ജാതീയത പ്രകടമാകുന്നു എന്നുള്ള ഒരു ആക്ഷേപം NDAക്കകത്ത് തന്നെയുള്ള പാർട്ടികളിൽ നിന്ന് ഉയരുന്നുമുണ്ട്. അപ്പോൾ വീണ്ടും മുഖ്യമന്ത്രിയെ പ്രൊജക്ട് ചെയ്തുകൊണ്ട് ഒരിക്കലും UPയിൽ BJPക്ക് അവരുടെ നഷ്ടപ്പെട്ട ഗ്രൗണ്ട് തിരിച്ചു പിടിക്കാൻ സാധിക്കില്ല. അപ്പോൾ അവർക്കിനി വേണ്ടത് ഒരു OBC മുഖമാണ്. അതിൻ്റെ താക്കോൽ സ്ഥാനങ്ങളിലേക്കൊക്കെ പിന്നാക്ക വിഭാഗക്കാർ വരണം. ആ നിലയിൽ വന്നെങ്കിൽ മാത്രമേ നിലവിലെ പ്രശ്നം പരിഹരിക്കാൻ എന്നുള്ളത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ യോഗിക്കെതിരെ ഇത്തരത്തിലുള്ള ഒരു മുറവിളി ഇപ്പോൾ ഉയർന്നതെന്ന് തോന്നുന്നു. തീർച്ചയായും നേരത്തെ പറഞ്ഞതുപോലെ ഈ PDA പിച്ച്ഡ ദളിത് അല്പകക്ഷി എന്ന് പറയുന്ന ഈ ഒരു ഫോർമുല രൂപീകരിച്ചാണ് ഇത്ര വലിയൊരു നേട്ടം ഇന്ത്യ സഖ്യം UPയിൽ ഉണ്ടാക്കിയത്. അതിൽ തന്നെ അവർ SP വോട്ട് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുമ്പോൾ അവരുടെ കുടുംബത്തിൽപ്പെട്ട 5 പേരൊഴിച്ച് ബാക്കി എല്ലാം പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകൾ. അപ്പോൾ അതൊക്കെ ജനങ്ങളെ വലിയ രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ടാവാം. ആ വിലയിരുത്തൽ BJPക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർക്കവിടെ ഈ നേരത്തെ പറഞ്ഞതുപോലെ യോഗിയുടെ ഒരു സവർണ മുഖത്തിന് പകരം മറ്റൊരു മുഖം വരേണ്ടത് ആവശ്യമാണ് എന്നൊരു തോന്നൽ അവർക്കുണ്ട്. UPയിൽ പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ടവരുടെ വോട്ടുകൾ വളരെ നിർണായകമാണ്. അങ്ങനെ ഒരു സംസ്ഥാനത്ത് ഒരു പക്ഷേ അങ്ങനെയാണെങ്കിൽ ഒരു മാറ്റം വരികയാണെങ്കിൽ താക്കോൽ സ്ഥാനങ്ങളിലേക്ക് പിന്നാക്ക വിഭാഗക്കാരെ കൊണ്ടുവരിക എന്നൊരു തന്ത്രമായിരിക്കാം ഒരു പക്ഷേ BJP പയറ്റുക. യോഗി ആദിത്യനാഥിനെ മുഖ്യമന്ത്രി എന്ന നിലയിൽ നിന്ന് മാറ്റാനൊന്നും മുതിർന്നേക്കില്ല. അതൊരു തിരിച്ചടിയാണ്. ദേശീയ തലത്തിൽ തന്നെ അതൊരു ചർച്ചാ വിഷയമാകും. ഇപ്പോൾ ഏത് വിഷയവും ഇന്ത്യ സഖ്യത്തിനെ ഏറ്റെടുക്കാനും അത് വലിയ പ്രചാരണ വിഷയമാക്കാനും പറ്റും. തീർച്ചയായിട്ടും 10 നിയമസഭാ സീറ്റുകളിലേക്കാണ് ഉടനടി ഉപതെരഞ്ഞെടുപ്പ് വരുന്നത്. അപ്പൊ ആ ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്കും നിലവിലെ സാഹചര്യങ്ങൾ മാറ്റുക എന്നത് BJPയുടെ മുന്നിൽ ഒരു അജണ്ടയാണ്. അപ്പോൾ യോഗിയെ മാറ്റാതെ പക്ഷേ യോഗിയെ പൂർണ്ണമായും നിയന്ത്രിച്ചു കൊണ്ടുള്ള ഒരു സംവിധാനത്തിലേക്ക് കൊണ്ടുവരാനായിരിക്കും ഒരു പക്ഷേ BJP ശ്രമിക്കുക. ഇതോടൊപ്പം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ RSS അതൊരു നിർണായക ഘടകമാണ്. RSSന്റെ ആ മാറി നിൽക്കുന്ന ആ പിണക്കം പരിഹരിച്ചുകൊണ്ട് RSSനെ കൂടി കൊണ്ടുവന്ന് അവരുടെ അഭിപ്രായങ്ങൾക്ക് കൂടി പ്രസക്തിയുള്ള തരത്തിൽ ഈ സംവിധാനത്തെ ഒന്ന് മാറ്റിയെഴുതാൻ ശ്രമിക്കും. 2 തവണ ഉപമുഖ്യമന്ത്രി ആയിട്ടുള്ള ആളാണ് കേശവ് പ്രസാദ് മൗര്യ. അപ്പോൾ തിരിച്ച് ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാനൊക്കെ കേശവ് പ്രസാദ് മൗര്യക്ക് ആഗ്രഹം ഉണ്ടായിക്കൂടാ എന്നില്ല. അപ്പോൾ ഇനി UP രാഷ്ട്രീയം എന്തായാലും വളരെ ശ്രദ്ധയോടെ സാഹൂതം നോക്കാൻ മാത്രം അവിടെ പലതും സംഭവിക്കും. തൽക്കാലം എന്തായാലും യോഗി മാറുമെന്ന് കരുതേണ്ടതില്ല. പക്ഷേ യോഗിയുടെ ശൈലി മാറുമായിരിക്കും. യോഗിയെ തളച്ചിടാനുള്ള സാധ്യതയുണ്ട്.